കുട്ടികളെപ്പോഴും അപരിചിതമായ കുട്ടികൾ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അതിൽ വല്ല മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ പല അസാൻമാരിക പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടാണ്. അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വേസ്റ്റ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ പല വ്യക്തികളും ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുമ്പോൾ അത് അവിടെ കിടന്നോട്ടെ, എനിക്കിപ്പോൾ അതിലെന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. അല്ലെങ്കിൽ അതിന് ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളതൊന്നും അതിൽ നിന്ന് ഇടപെടാതെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നേർക്ക് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഭയങ്കര എലിശല്യം കൂടിയപ്പോൾ വീട്ടുടമസ്ഥൻ തീരുമാനിച്ചു ഒരു എലിക്കണി വെക്കാം. അങ്ങനെ വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ ഒരു എലിക്കണി കൊണ്ടുവച്ചു. എലിക്കണി കൊണ്ടുവച്ച് രാത്രി നോക്കുമ്പോൾ എലി ഈ കണി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കണിയാണ്. എലി ഇത് കണ്ടാൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എലി ഓടുന്ന സമയത്ത് പുറത്തൊരു പാമ്പിനെ കണ്ടു. പാമ്പിനോട് പറഞ്ഞു, പാമ്പെ വളരെ സൂക്ഷിച്ചോ, അവിടെ ഒരു എലിക്കണി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാമ്പ് പറഞ്ഞു, എലിക്കണി വെച്ചത് നിന്നെ പിടിക്കാനല്ലേ, അത് ഞാനായിട്ടതാണ്, എനിക്കതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല, അത് നീ നിന്റെ കാര്യം നോക്കിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എലി പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നീ വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് എലി വീണ്ടും പോവുകയാണ്. എലി വീണ്ടും പോകുമ്പോൾ ഒരു ആടിനെ കണ്ടു. ആടിനോടും പറഞ്ഞു, ആടെ ഒരു എലിക്കണി വെച്ചിട്ടുണ്ട്, അവിടെ എന്തോ അപകടമാണ്, സൂക്ഷിച്ചോ. ആട് പറഞ്ഞു, എലിക്കണി ഞാനും തമ്മിൽ എന്താ വന്നത്, ഇതേ ചോദ്യം തന്നെ ആടും ചോദിച്ചു. വീണ്ടും പോകുമ്പോൾ ഒരു പോത്തിനെ കണ്ടു. പോത്തിനോടും എലി ഇതേ വാക്ക് തന്നെ പറഞ്ഞു. പോത്തും പറഞ്ഞു, അത് എന്നെ പറ്റിയുള്ള കാര്യമല്ല, എന്നെ സ്പർശിക്കുന്ന കാര്യമല്ല, എനിക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല, നീ നോക്കിക്കോളാം. എല്ലാവരും ഈ എലിക്കണി എന്നുള്ള വിപത്തിനെ നിരാകരിച്ചു. ഒരു ദിവസം ഒരു എലി ഈ കെണിയിൽപ്പെട്ടു. എലി കെണിപ്പെട്ടു. ഉടമസ്ഥൻ ചെന്ന് നോക്കുമ്പോൾ എലി കെണിയിൽ കിടന്ന് പിടയാണ്. സോറി, എലിയല്ല, ഒരു പാമ്പ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പാമ്പ് എലിക്കണിയിൽപ്പെട്ടു. പാമ്പ് കിടന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ പാമ്പിനെ പുറത്തേക്ക് കിടത്തുന്നു. പാമ്പിനെ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് പാമ്പ് ഈ ഉടമസ്ഥനെ കുത്തി. വിഷപ്പാമ്പായിരുന്നു. അങ്ങനെ ഉടമസ്ഥൻ മരിച്ചു. ഉടമസ്ഥൻ മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു വൈദ്യര് കൊണ്ടുവന്നു. ഉടമസ്ഥൻ ഹോസ്പിറ്റലിൽ എടുക്കുക. അപ്പോൾ ഇതിന് വൈദ്യര് കൊണ്ടുവന്നു. വൈദ്യര് പറഞ്ഞു, ഇയാൾ രക്ഷപ്പെടണമെങ്കിൽ ആട്ടിൻ സൂപ്പ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ കൂടി തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഈ ആടിനെ കൊല്ലാമെന്ന് പറഞ്ഞ് ഈ ആടിനെ കൊന്ന് സൂപ്പ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇയാളുടെ അസുഖമൊന്നും മാറിയില്ല. ഇയാൾ ഹോസ്പിറ്റലിൽ വെച്ച് കിടന്ന് ഈ മനുഷ്യൻ, പാമ്പ് പിടിയേറ്റ മനുഷ്യൻ മരിച്ചു. അങ്ങനെ ആളുകളെല്ലാം തീരുമാനിച്ചു ഇതിന് അടിയന്തരം നടത്തണം. അടിയന്തരം നടത്തുമ്പോൾ എല്ലാ ആളുകളെയും വിളിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു പോത്തിനെ കൊന്ന് നമുക്ക് നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോത്തിനെ കൊന്നു. അപ്പോൾ പാമ്പും ചത്തു, ആടും ചത്തു, പോത്തും ചത്തു. ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ട് നമ്മുടെ എലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, പ്രത്യക്ഷത്തിൽ നമ്മുടെ മുകളിലേക്ക് വരുമില്ല എന്ന് കരുതുന്ന പല പ്രശ്നങ്ങളും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമ്മളെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സഹകരണത്തോടെ പോലീസ് പ്രവർത്തിക്കുമ്പോഴാണ് ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പോലീസ് നിലനിന്ന് കഴിയുന്നത്. ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥിനികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു. പ്രോത്സാഹനം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോത്സാഹനം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്.